ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് ആണ്. ഞാൻ ഓൾറെഡി ഒരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ആ ഒരു രീതി തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതാ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും ഞാനിതാ ചോപ്പ് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കുമ്പോൾ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിൽ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ പോയതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതാ കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല ഫ്ലേവർ ആയിരിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റ് ഗരം മസാല ആണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് നന്നായി സ്മാഷ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ്, അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പിടി മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നന്നായി കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലേ നന്നായി മിക്സായി കിട്ടൂ. അഥവാ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇത് കുറച്ച് ലൂസാണെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി അതുപോലെ തന്നെ കോൺഫ്ലോറും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ കട്ട്ലറ്റിൻ്റെ പുറത്ത്. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനിതാ കട്ട്ലറ്റൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ടേൻ്റെ മിക്സും ബ്രെഡ് ക്രംസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കട്ട്ലറ്റ് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് ഞാൻ ആദ്യം തന്നെ ഈ ഷേപ്പ് ചെയ്ത കട്ട്ലറ്റ് മുട്ടേൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ ഒരു കൈ വെച്ചിട്ട് മുട്ടേൻ്റെ മിക്സിലും മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിലാക്കി എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ മുട്ടേൻ്റെ മിക്സുള്ള ആ ഒരു കയ്യിൽ തന്നെ വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ബ്രെഡ് ക്രംസ് കയ്യിൽ ഒട്ടി പിടിക്കും. ഇനി ഇതാ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് മുട്ടേൻ്റെ മിക്സിലും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഈ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി എല്ലാം വെന്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസൊക്കെ പുറത്തുള്ളത് നന്നായി ഒന്ന് മൊരിഞ്ഞ് കളറൊക്കെ മാറി വന്നാൽ മാത്രം മതി. അതിന് ശേഷം നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി നന്നായി മൊരിഞ്ഞ് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു രീതിയിലുള്ള ചിക്കൻ കട്ട്ലറ്റ് എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്